ശ്രീ എം വി സംഗമേശ്വരൻ, ഫോൺ ഉണ്ടായിരുന്നു, അത് കളഞ്ഞുപോയി എന്ന് പറയുന്നു. ആ ഫോൺ കയ്യിൽ ഉണ്ടായിരുന്ന 2 അഭിഭാഷകരെ ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്തു ആദ്യഘട്ടത്തിൽ തന്നെ. മെമ്മറി കാർഡിലാണ് പരിശോധന നടന്നിട്ടുള്ളത്. ആ പരിശോധന നടത്തിയതിലാണ് ഇതിൻ്റെ ഹാഷ് വാല്യൂ മാറിയിട്ടുള്ളതായി കണ്ടെത്തിയിരിക്കുന്നത്. ഹാഷ് വാല്യൂ വെറുതെ മാറിയതല്ല, അത് ഇല്ലീഗലായി ആക്സസ് ചെയ്യപ്പെട്ടതുകൊണ്ടാണ് മാറിയിരിക്കുന്നത് എന്നുള്ള ഒരു വസ്തുതാന്വേഷണ റിപ്പോർട്ടും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു എന്നുള്ളതാണ്. പെൻഡ്രൈവ് ഇതുവരെ പരിശോധിച്ചിട്ടില്ല. പെൻഡ്രൈവിൽ ഏതെങ്കിലും തരത്തിൽ കൃത്രിമം നടത്തിയിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് വ്യക്തമല്ല. നോക്കൂ, ഈ അതിജീവിതയുടെ ഹൈക്കോടതിയിലെ ഹർജി താങ്കൾ പരിശോധിച്ചിട്ടുള്ളതാണ്. ഇതിലിനി എന്ത് ഫോറൻസിക് സാധ്യതകളാണുള്ളത്? ഈ കേസ് വളരെയധികം ഫോറൻസിക് പരിശോധനകളിലൂടെ മുന്നോട്ട് പോയതാണ്. ഇനി എന്തൊക്കെ സാധ്യതകളാണ് ഈ കേസിൽ? നമസ്കാരം ശ്രീ നികേഷ്. നമ്മൾ കണ്ട പോലെ തന്നെ ഇതിൽ മെമ്മറി കാർഡിന്റെ ഒരു ഫോറൻസിക് അനാലിസിസ് മാത്രം ഇപ്പം ആ സ്റ്റേജ് കഴിഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോൾ മനസ്സിലാക്കേണ്ടത് ഏതൊക്കെ ഡിവൈസിലാണ് ഇത് യൂസ് ചെയ്തിട്ടുള്ളത്, ആ ഡിവൈസുകൾ കസ്റ്റഡിയിലെടുത്ത ശേഷം ആ ഡിവൈസുകളിൽ നിന്ന് എന്തൊക്കെ ട്രാൻസാക്ഷൻസ് നടന്നിട്ടുണ്ട് എന്ന് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഫോൺ കാണാനില്ല, അല്ലെങ്കിൽ യൂസ് ചെയ്ത ഡിവൈസ് കാണാനില്ല, അതൊക്കെ കണ്ടുപിടിക്കാൻ പല ടെക്നിക്കുകളുണ്ട്, പല ടെക്നോളജീസ് ഉണ്ട്. അതൊന്നും ഞാൻ ഒരു ലൈവ് ടി വിയിൽ പറയുന്നത് ശരിയല്ല, ബിക്കോസ് അത് ഇൻവെസ്റ്റിഗേഷനെ ബാധിക്കരുത്. രണ്ടാമത്തെ കാര്യം, ഇതിൽ ഈ യൂസ് ചെയ്ത ഹോസ്റ്റ് ഡിവൈസ് കണ്ടുപിടിക്കാതെ ഇത് എന്തൊക്കെ ട്രാൻസാക്ഷൻസ് നടന്നിട്ടുണ്ട്, ചോർന്നിട്ടില്ലയോ എന്ന് സന്ദിഗ്ധമായി പറയാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് കിട്ടാതെ വേറെ ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല. പിന്നെ മെമ്മറി കാർഡ് പുറത്തു പോയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് മെമ്മറി കാർഡ് സ്വാപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ, അതിൻ്റെ സീരിയൽ നമ്പർ മാറിയിട്ടുണ്ടോ എന്നുകൂടി തീർച്ചയായിട്ടും ഒന്ന് പരിശോധിക്കേണ്ടത് വളരെ കാര്യമായ ഒരു കാര്യം തന്നെയാണ്. ഇൻഡിവിജ്വൽ മെമ്മറി കാർഡിലുള്ള ഇൻഡിവിജ്വൽ വീഡിയോ ഫയൽസിൻ്റെ ഹാഷ് വാല്യൂ മാറാത്തത് കൊണ്ട് ആ ദൃശ്യങ്ങൾ ടാമ്പർ ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് തന്നെ നിലവിലെ സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. വോള്യത്തിൻ്റെ ഹാഷ് മാറിയത് കൊണ്ട് അത് ഒരു പ്രോപ്പർ ചാനലിൽ കൂടി അല്ലാതെ, അതായത് ഒരു റൈറ്റ് ബ്ലോക്കറൊക്കെ യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഇൻറ്റഗ്രിറ്റി പ്രിസർവ് ചെയ്യുന്ന രീതിയിൽ വേണം ശരിക്കും പറഞ്ഞാൽ ഈ മെമ്മറി കാർഡുകളൊക്കെ ആക്സസ് ചെയ്യാനും പരിശോധിക്കാനും. അത് ചെയ്യാത്തത് കൊണ്ടാണ് അതിൻ്റെ വോള്യം ഹാഷ് മാറിയിട്ടുള്ളത്. അപ്പോൾ വോള്യം ഹാഷ് മാറിയത് കൊണ്ട് അത് പ്രോപ്പർ ചാനലിൽ കൂടി അല്ല പരിശോധിച്ചത് എന്നുള്ളത് മനസ്സിലാക്കാൻ ഇതിൽ കൂടുതൽ സാമാന്യ ബോധമുള്ള ആൾക്കാർക്ക് മനസ്സിലാവാൻ കൂടുതലായിട്ടുള്ള അതിൻ്റെ തെളിവുകളൊന്നും ആവശ്യമില്ല. ഇത് ആരൊക്കെ എപ്പൊക്കെ യൂസ് ചെയ്തു. പക്ഷേ ഈ വോള്യത്തിൻ്റെ ഹാഷിന് വേറൊരു പ്രശ്നമുണ്ട്. അതായത് ബിറ്റ്വീൻ 2 ഹാഷ് വാല്യൂ ചേഞ്ചസ് ഇടയിൽ ഇപ്പോൾ 2-3 തവണ ആക്സസ് ചെയ്ത ശേഷം അതിൻ്റെ ഹാഷ് വാല്യൂ മാറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു കൊല്ലത്തിനുള്ളിൽ ഒരു തവണയെ ടെസ്റ്റ് ചെയ്യുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് മാത്രമേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊരു ഗ്രേ ഏരിയ ആണ്. പക്ഷേ ഹോസ്റ്റ് ഡിവൈസ് ഏതൊക്കെ ഡിവൈസിലാണോ ഇത് യൂസ് ചെയ്തിട്ടുള്ളത്, ഇക്കാര്യത്തിൽ ഇനിയിപ്പോൾ പരിശോധന ഒന്നും ആവശ്യമില്ല. മൊഴിയുണ്ട്, ഞങ്ങളാണത് ഇല്ലീഗലായി ആക്സസ് ചെയ്തിരിക്കുന്നത് എന്ന് ഇതിനകം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അത് അങ്കമാലി JFMC ആയാലും അതുപോലെ തന്നെ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ആയാലും പിന്നീട് വിചാരണ കോടതി ആയാലും ഞങ്ങൾ ഇന്ന സമയത്ത് ഇന്ന രീതിയിൽ കണ്ടു എന്ന് അവർ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. ഇനി അതിലാവശ്യമില്ല. അല്ല, അതിലാവശ്യമില്ല. ഞാൻ പറയുന്നത് അത് കണ്ട ശേഷം അല്ലെങ്കിൽ ഇത് യൂസ് ചെയ്ത ശേഷം എന്താണ് നടന്നത്, അത് ഡിവൈസ് നോക്കൂ. മൈക്രോമാക്സ് ഫോൺ ഞാൻ തകർത്ത് കളഞ്ഞു, വിവോ ഫോൺ എൻ്റെ തൃശ്ശൂർ എറണാകുളം റൂട്ടിൽ കളഞ്ഞുപോയി എന്നൊക്കെയാണ് പറയുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? അല്ല, തീർച്ചയായിട്ടും. കാരണം ഇതിനു മുമ്പ് നടന്ന ചർച്ചകളൊക്കെ ശ്രദ്ധിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കും. പല ചർച്ചകളിൽ വന്നിട്ടുള്ള കാര്യമാണ് ഈ ഹോസ്റ്റ് ഡിവൈസ് ഏതൊക്കെ ഡിവൈസിലാണോ യൂസ് ചെയ്തിട്ടുള്ളത് ആ ഡിവൈസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഈ പ്രശ്നം സോൾവ് ആയില്ലോ. അത് കണ്ടുപിടിക്കരുത് എന്നുള്ളത് കൊണ്ടാണ് തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ പറയുന്നത്. അവിടെയാണ് പ്രധാനപ്പെട്ട പ്രശ്നം ശ്രീ സംഗമേശ്വരൻ. താൻ എന്ത് ഈ ഡിവൈസിലൂടെ ചെയ്തു എന്ന് കണ്ടുപിടിക്കരുത് എന്നുള്ളത് കൊണ്ടാണ് മൈക്രോമാക്സ് ഫോൺ തകർത്തു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തൃശ്ശൂർ എറണാകുളം യാത്രക്കിടയിൽ കളഞ്ഞുപോയി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എന്താ, ഞാൻ ഈ കാര്യം വെറുതെ തുറന്നത് മാത്രമാണെങ്കിൽ എനിക്ക് ആ ഡിവൈസ് കൊടുത്താൽ പോരെ? അപ്പോൾ ഞാൻ കുറ്റവിമുക്തനാവുകയാണ് ചെയ്യുന്നത്. ഞാൻ കുറ്റവിമുക്തനാവുകയല്ല എനിക്ക് വേണ്ടത്, എൻ്റെ കള്ളം ഒളിപ്പിക്കുകയാണ് വേണ്ടത്. അതാണ് ഇവിടുത്തെ പ്രശ്നം. ഹൈഡിങ് ദ ട്രൂത്ത് ഇസ് ഓൾവേസ് ലീഡിങ് ഇൻ ടു ഫർദർ ക്രൈംസ് എന്ന് പറയുന്നത് വളരെ ശരിയാണ്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡിവൈസ് കണ്ടുപിടിക്കാനുള്ള പല ടെക്നിക്കുകളുണ്ട്. ആ ഡിവൈസിന്റെ ടൈം ലൈൻ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം. സർവീസ് പ്രൊവൈഡറിന്റെ ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട് എന്നായിരുന്നു ആ IMEI ഏത് ടവറിലാണ് രജിസ്റ്റർ ചെയ്തത്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണോ എന്നുള്ളത് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ വലിയ നേരത്തിന്റെ ആവശ്യമൊന്നുമില്ല. ഇതൊക്കെ തീർച്ചയായിട്ടും പുറത്തു വരേണ്ടതാണ്. അതെ. Debate with MV Nikesh Kumar.